കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരിനാമകീർത്തനം ശ്ലോകം 29. അപ്പാശവും വടിയുമായി കൊണ്ട ജാമിളനെ മുൽപ്പാടു ചെന്നു കയറിട്ടോരു കിങ്കരരെ പിൽപ്പാടു ചെന്നഥ തടുത്തൊരു നാൽവരെയും അപ്പോലെ നൗമി ഹരിനാരായണായ നമഃ. അപ്പോൾ ഇതിലേക്ക് കടക്കണതിന് മുമ്പേ എന്താ അറിയോ, നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ നമ്മൾ പലപ്പോഴും ഒബ്സർവ് ചെയ്യും. എന്താ അറിയോ, നമുക്ക് തോന്നും അറ്റ്ലീസ്റ്റ് നമ്മൾ നാല് പുറമുള്ള അനുഭവങ്ങളും നമ്മുടെ അനുഭവങ്ങളും ഒക്കെ നോക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഭഗവാൻ ചിലരെയൊക്കെ അനുഗ്രഹിക്കണു, ചിലരൊക്കെ ശിക്ഷിക്കണു, ചിലരോട് പ്രസാദിക്കണു, ചിലരുടെ പ്രാർത്ഥന കേൾക്കണേ ഇല്ല എന്നൊക്കെ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ഭഗവാന്റെ നമുക്ക് അൺപ്രഡിക്റ്റബിളായിട്ടുള്ള പല ഭാവങ്ങളും നമ്മൾ ജീവിതത്തിൽ മാത്രമല്ല, ജീവിതത്തിൽ അങ്ങനെ നമുക്ക് പലപ്പോഴും നമ്മൾ തന്നെ പറയുകയൊക്കെ ചെയ്യുമല്ലോ, അത് അൺഫെയറാണ് എന്നൊക്കെ പറയും നമ്മളല്ലേ, അങ്ങനെ അയാൾക്ക് വരാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ അയാൾക്ക് അങ്ങനെ ഇത്ര ദുഷ്ടനായിട്ട് അതുണ്ടാവുന്നു, ഇങ്ങനെയൊക്കെ നമ്മളുടെ കാര്യമാണെങ്കിലും ബാക്കിയുള്ളവരുടെ കാര്യമാണെങ്കിലും ഒക്കെ നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്ത് പറയുമല്ലോ, അല്ലെങ്കിൽ വിചാരിക്കും പറഞ്ഞില്ലെങ്കിൽ. അതൊക്കെ ജീവിതത്തിൽ മാത്രമല്ല, പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ അങ്ങനത്തെ കഥകളുണ്ട്. പല 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 കഥകളും നമ്മൾ അങ്ങനെ ശരിയല്ലാന്നോ അല്ലെങ്കിൽ എന്താ ഇങ്ങനെയെന്ന് തോന്നാൻ തൊക്കണം അല്ലേ. അത്തരം കഥകളാണ് അടുത്ത 7 ശ്ലോകങ്ങളിൽ എഴുത്തച്ഛൻ വിഷയമാക്കിയിട്ടുള്ളത്. ആദ്യത്തെ ശ്ലോകം ഇപ്പം നമ്മൾ 28 അതിൽ 29 ഉണ്ടല്ലോ, അതിൽ നമ്മൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കഥ പലർക്കും ഫെമിലിയർ ആയിരിക്കും. പിന്നെന്താണ്, പാപിയായിട്ടും അത്ഭുതകരമാം വണ്ണം ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമായിട്ടുള്ള അജാമിളൻ എന്ന് പറഞ്ഞൊരാളുടെ കഥ പറയുകയാണ്. അജാമിളനെ അനുഗ്രഹിക്കാൻ ഭഗവാൻ അയച്ച പാർഷദന്മാരെ എഴുത്തച്ഛൻ നമസ്കരിക്കുകയും ചെയ്യണ്ട കേട്ടോ. അപ്പം നമുക്കതിൻ്റെ പിന്നെ അതാണ് കോണ്ടെക്സ്റ്റ് പറയുകയാണ് കേട്ടോ. അപ്പം നമുക്കിങ്ങനെ പല വിചാരങ്ങളും ഉണ്ടാവൂലേ എന്താ അങ്ങനെയെന്ന്. അതുപോലെ തന്നെ വിചാരം വന്നിട്ട് 7 ശ്ലോകം അങ്ങനത്തെ കഥകളെയാണ് പറയണത് കേട്ടോ. പക്ഷെ അതിനൊക്കെ കാരണമുണ്ട്. നമുക്ക് ചിലപ്പോൾ കാരണം കണ്ടെത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും ഭഗവാന് കാരണമുണ്ട്. അപ്പോൾ നമുക്ക് അർത്ഥം നോക്കാം. അജാമിളൻ എന്ന ബ്രാഹ്മണനെ ആ പാശവും വടിയുമായിക്കൊണ്ട്, മീൻസ് ആ പാശം എന്ന് പറഞ്ഞാൽ ഏതാ അറിയോ, ഇവിടെ യമൻ്റെ കയറ്, യമൻ കയറും കൊണ്ടുവന്ന് കെട്ടിക്കൊണ്ടുപോകാന്നൊക്കെ അല്ലേ നമ്മളെ പിന്നെ അങ്ങനെയൊക്കെയാണല്ലോ പുരാണങ്ങളിൽ. അപ്പോൾ യമൻ്റെ ആ പാശത്തിനാണ് അപ്പാശവും, യമൻ്റെ കയറ് അല്ലെങ്കിൽ പാശവും, വടി യമൻ്റെ ദണ്ടും, വടിയും കയറും കൊണ്ടാണ് വരിക എന്നൊക്കെയാണല്ലോ, പോത്തിൻ്റെ പുറത്താന്നൊക്കെ അല്ലേ നമ്മളെ ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ആ പാശവും, അതായത് പാശവും യമദണ്ഡും ഒക്കെ ധരിച്ച് മുൽപ്പാട് ചെന്ന്, അതായത് ഈ അജാമിളൻ്റെ മുമ്പിൽ ചെന്ന് കയറിട്ടോരു കിങ്കരരെ, ആരാ വന്നിരിക്കണ, യമനല്ല വന്നെണ്ണ കേട്ടോ, യമൻ്റെ അസിസ്റ്റൻസാ കിങ്കരന്മാർ. അങ്ങനെ അജാമിളനെ കയറും പിന്നെ ഇട്ട് കെട്ടി യമലോകത്തേക്ക് കൊണ്ടുപോകാനായിട്ട് യമകിങ്കരന്മാർ കൊണ്ടുപോകാൻ വേണ്ടി വന്ന യമകിങ്കരന്മാരെ, കയറിട്ടൊരു കിങ്കരരെ എന്ന് പറഞ്ഞില്ലേ. പിൽപ്പാടു ചെന്ന് വെച്ചാൽ അതിന് ശേഷം പിന്നാലെ ചെന്ന്, ഈ കിങ്കരന്മാരുടെ പിന്നാലെ ചെന്ന് എന്ത് തടുത്തോരു നാൽവരെയും. അപ്പോൾ അജാമിളനെ യമലോകത്തിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല, കാരണം മരണഭയത്തോടുകൂടി നാരായണനാമം മകനെ വിളിക്കുകയാണെങ്കിലും മരണഭയത്തോടുകൂടി നാരായണനാമം വിളിച്ച കാരണം ഈ അജാമിളൻ യമലോകത്തിലേക്ക് പോകാൻ അർഹനല്ല എന്ന് പറഞ്ഞ് 4 വിഷ്ണു പാർഷദന്മാർ എന്ന് പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ അസിസ്റ്റൻസ് അവിടെ വന്ന് തടുത്തു. കൊണ്ടുപോകാൻ സമ്മതിക്കാതെ
യമകിങ്കരന്മാരെ അജാമിളനെ കൊണ്ടുപോകാൻ സമ്മതിക്കാതെ നേരിട്ട് വന്ന് തടുത്തു. അതാണ് തടുത്തോരു 4 ആരാ തടുത്ത 4 ആൾക്കാർ? വിഷ്ണു പാർഷദന്മാർ, വിഷ്ണുവിൻ്റെ അസിസ്റ്റൻസ്. അപ്പോലെ ആ വിഷ്ണു സാരൂപ്യം കണ്ട വിഷ്ണുവിനെ തോന്നും. അതായത് സാരൂപ്യമോക്ഷം കിട്ടിയവരാണ്, വൈകുണ്ഠത്തു നിന്ന് അയച്ചതാണ് ഭഗവാൻ. സാരൂപ്യമോക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? ഭഗവാനെ പോലെയാണ് കണ്ടാൽ, അങ്ങനെയുള്ള. അപ്പോൾ വിഷ്ണു സാരൂപ്യം ലഭിച്ച അവരെ നൗമീച്ച എന്താ? ഞാൻ നമസ്കരിക്കുന്നു. എന്നെ എങ്ങനെ യമദൂതന്മാർ കെട്ടിക്കൊണ്ടുപോകാൻ ഇടവരരുതേ. എന്നെ മൃത്യുവിൽ നിന്ന് അമൃതത്തിലേക്ക് നയിക്കണമേ, നാരായണായ നമ. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ നമുക്ക് ആ അജാമിളൻ്റെ സ്റ്റോറി കഥ കുറേ ആൾക്കാർക്ക് അറിയുണ്ടാവും. ഇനി അറിയാത്തവരുണ്ടെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ ആ കഥ പറയുകയാണ്. അത് പറഞ്ഞില്ലെങ്കിൽ അത് ഈ ശ്ലോകത്തിൻ്റെ എക്സ്പ്ലനേഷൻ പൂർണ്ണമാവില്ല. അതുകൊണ്ട് ഞാൻ ആ കഥ പറയുകയാണ്. ഭാഗവതത്തിൽ 6-ാം സ്കന്ധത്തിൽ അധ്യായം 1 ഈ അജാമിളൻ്റെ കഥ പറഞ്ഞിരിക്കുന്ന നാമസങ്കീർത്തനത്തിൻ്റെ, അതായത് ഭഗവത് നാമത്തിൻ്റെ മാഹാത്മ്യത്തെ വിളിച്ചു പറയുന്ന ഒരു കഥയാണത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താ കഥ വെച്ചാൽ, കന്യാകുബ്ജം എന്ന് പറഞ്ഞിട്ടൊരു ദേശത്ത് ഒരു അജാമിളൻ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അയാൾക്ക് വയസ്സായിട്ടൊരു അച്ഛനും അമ്മയുണ്ട്. ആ അച്ഛനെയും അമ്മയും നോക്കി, ഭാര്യയും കുട്ടികളും ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നണത് കേട്ടോ. എന്തായാലും കുടുംബിയായിട്ട് ഒരാളെ ചെറുപ്പമാണ്. അപ്പോൾ അച്ഛനെയും അമ്മയും വയസ്സായിരുന്നു കുറച്ച്. അപ്പോൾ അച്ഛനെയും അമ്മയും നോക്കി കൊണ്ട് അവിടെ ഇങ്ങനെ കഴിയാണ്. അതായത് കാട്ടിൽ പോയി, വളരെ സാത്വികനാണ് കേട്ടോ, വളരെ സാത്വികനായിട്ട് കാട്ടിൽ കൊണ്ടുപോയി ചമതയൊക്കെ വിറകൊക്കെ കൊണ്ടുവന്ന് അച്ഛനും അമ്മയ്ക്കും പാകം ചെയ്ത് കൊടുക്കുക. അവനവൻ്റെ നിത്യാനുഷ്ഠാനങ്ങളൊക്കെ ഒട്ടും മുട്ടാതെ വളരെ സാത്വിക ഭാവത്തോടു കൂടി ചെയ്യുക ഒക്കെ ചെയ്തിരുന്നു ആ ബ്രാഹ്മണനാണ്. പക്ഷേ വിധി വൈപരീത്യം എന്ന് പറയാനേ ഉള്ളൂ. ഒരിക്കൽ സാധാരണ കാട്ടിൽ പോയി വിറകൊക്കെ പറക്കാൻ പോണ പോലെ പോയപ്പോൾ അവിടെ വെച്ച് ഒരു വ്യഭിചാരിണിയെ കാണാനിടയായി. അവൾ കയ്യും കാലുമൊക്കെ കാട്ടി ഭയങ്കരമായിട്ട് ഇയാളെ, ആ പ്രായമാണ്, ചെറുപ്പമാണ്, അപ്പോൾ കയ്യും കാലുമൊക്കെ കാട്ടി എന്തായാലും കേളി വിലാസങ്ങളെ വളരെ കൊക്കറ്റിഷായിട്ടൊക്കെ പെരുമാറി. ഇത്ര സാത്വികനാണെങ്കിലും അയാളുടെ ഹൃദയത്തിനെ ഇങ്ങോട്ട് അപഹരിച്ചു ഈ അജാമിളൻ. അതാണ് പ്രാരബ്ധം. അങ്ങനെ അനുഭവിക്കാൻ പ്രാരബ്ധം ഉണ്ടാവും. എത്ര സാത്വികനായാലും കഴിഞ്ഞ ജന്മത്തെ എന്തോ പ്രാരബ്ധകർമ്മം അനുഭവിക്കാനായിരിക്കണം. എന്തായാലും അജാമിളൻ ആ സ്ത്രീയിലെ ആകൃഷ്ടയായിട്ട് ഈ വയസ്സായ അച്ഛനെ അമ്മയൊക്കെ മറന്ന് അവളുടെ കൂടെ ഇങ്ങോട്ട് പോയി. അത്രയൊരു അധർമ്മം പറയാനില്ലല്ലോ. അവളുടെ കൂടെ പോയി എന്ന് മാത്രമല്ല, അവളുടെ കൂടെ താമസിച്ച് അനവധി മക്കളുണ്ടായി. അപ്പം മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ചിലവിനൊക്കെ വേണ്ടി പലതരം കാര്യങ്ങൾ അയാൾക്ക് ചെയ്യേണ്ടി വന്നു. ഭാര്യയെ പ്ലീസ് ചെയ്യാനും ചിലവിന് ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ. ആദ്യമൊക്കെ എന്തെങ്കിലും വിറ്റ് കാട്ടുന്നൊക്കെ മരമൊക്കെ വിറ്റിട്ടോ അങ്ങനെ അതുകൊണ്ട് പോരാണ്ടായപ്പോൾ പിടിച്ചുപറിയും കളവും ഒക്കെ തുടങ്ങി. അങ്ങനെ ഒരുപാട് കൊല്ലൽ വരെ അങ്ങനെയൊക്കെ എല്ലാവരെയും പറ്റിക്കുകയും പിടിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഈ ഭാര്യയും കുട്ടികളെയും പോറ്റി അങ്ങനെ കുറേ കഴിഞ്ഞു. കാരണം അങ്ങനെ നിവൃത്തിയില്ലാതെയായി, അതിൽ പെട്ടുപോയി. അപ്പോൾ അങ്ങനെ വേണ്ടതൊക്കെ ചെയ്ത് ഒരുപാട് അധർമ്മങ്ങളൊക്കെ പ്രവർത്തിച്ച് അങ്ങനെ കുറേ കാലം ജീവിച്ച് 88 വയസ്സായി. അപ്പോഴേക്കും 10 മക്കളുണ്ടെന്നാണ് കേട്ടോ. അവസാനത്തെ മകന് എന്തോ ഈശ്വരാനുഗ്രഹം എന്നേ പറയാനുള്ളൂ, നാരായണൻ എന്നാണ് പേരിട്ടത്. 88 വയസ്സായിട്ടോ, നാരായണൻ എന്നാണ് പേരിട്ടത് അവസാനത്തെ മകന്. അയാൾക്ക് എത്ര വയസ്സായിരുന്നു? 8 വയസ്സോ അത്ര അനുസരിച്ചില്ല, അല്ലെങ്കിൽ 6 വയസ്സോ. അപ്പോൾ 82 വയസ്സിലൊക്കെ ഉണ്ടായി കുട്ടി. അത്ര ഒരു ലൗകികനായിട്ടൊക്കെ ജീവിച്ച് അവസാനത്തെ കുട്ടിക്ക് നാരായണൻ എന്ന് പേരിട്ടു. അപ്പോൾ കുറച്ച് 88 വയസ്സൊക്കെ ആയപ്പോൾ എന്തൊക്കെയോ വാർദ്ധക്യ സഹജമായിട്ടുള്ള ദണ്ണങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ കിടക്കണ സമയത്ത് മരിക്കാറായി അയാൾക്ക് തോന്നുന്നുണ്ട്. ആ സമയത്ത് ഒരു 3 യമകിങ്കരന്മാരെ കണ്ട യമനെ പോലെ തന്നെ ഭയാനകമായിട്ടുള്ള തടിച്ച് കറുത്ത് വലിയ മീശയും നമ്മുടെയൊക്കെ ഇമാജിനേഷനുള്ള പോലെ എന്ന് വിചാരിക്കുക. അങ്ങനത്തെ കയ്യിൽ കെട്ടിക്കൊണ്ടുപോകാനുള്ള കയറും ദണ്ടും വടിയും ഒക്കെ പിടിച്ച്
അതിഭീകരന്മാരായിട്ടുള്ള 3 യമകിങ്കരന്മാർ വരണത് അങ്ങോട്ട് കണ്ടപ്പോൾ ഭയന്നു, ഭയങ്കരമായിട്ട് ഭയന്നിട്ട് ആ മരണഭയത്തിൽ അവസാനത്തെ കുട്ടിയെ നാരായണ എന്ന് വിളിച്ചു, നാരായണ വിളിച്ചു. അപ്പം പെട്ടെന്ന് എവിടുന്നാണെന്ന് അറിയില്ല, വിഷ്ണുവിൻ്റെ പോലെ ഡ്രസ്സ് ചെയ്ത, അല്ലെങ്കിൽ വിഷ്ണുവിനെ പോലെ കണ്ടാൽ വിഷ്ണുവിനെ പോലെ സാരൂപ്യമോക്ഷം ലഭിച്ച, വൈകുണ്ഠത്തു നിന്ന് ഭഗവാൻ തന്നെ പറഞ്ഞയച്ച വിഷ്ണു പാർഷദന്മാരവിടെ അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ കയറുകൊണ്ട് വരിഞ്ഞ് കെട്ടി കൊണ്ടുപോകാൻ ഇങ്ങനെ ഭാവിക്കുകയാണ്, വലിച്ചു കൊണ്ടുപോകാൻ ഭാവിക്കുക ഈ 3 യമരകിങ്കരന്മാർ. അപ്പം 4 വിഷ്ണു പാർഷദന്മാർ അവിടെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് അവരുടെ മുമ്പിൽ വന്ന് അവരുടെ ഈ ശ്രമത്തിനെ ഇങ്ങോട്ട് തടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെന്താ ചെയ്യണേ, ഇയാളെന്തിനാ നിങ്ങൾ കൊണ്ടുപോകാൻ പാടില്ലേ പറഞ്ഞു. അപ്പം യമകിങ്കരന്മാർ പറഞ്ഞു, ഞങ്ങളെ പിന്നെ യമധർമ്മരാജാവിൻ്റെ ആജ്ഞയോടുകൂടി ഞങ്ങൾ വെറുതെ വന്നതൊന്നുമല്ല, യമധർമ്മരാജാവിൻ്റെ ആജ്ഞയോടുകൂടി വന്നതാണ് ഇവിടെ. എന്താ വെച്ചാൽ ഇയാൾ അത്ര പാപം ചെയ്തിരുന്നു. പിന്നെ കുറച്ച് കാലം നന്നായിട്ടൊക്കെ ജീവിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആ അച്ഛനെയും അമ്മയും കുടുംബത്തിനെയൊക്കെ കളഞ്ഞ് ഇവളുടെ കൂടെ നടന്ന എത്ര അധർമ്മം അനുഷ്ഠിച്ചിട്ടാണ് ആ കുടുംബത്തിനെയൊക്കെ പോറ്റാനും ഒക്കെ ഒരുപാട് പാപം ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്ക് കൊണ്ടുപോകാണ്ട പറ്റില്ല പറഞ്ഞു. അപ്പോൾ യമകിങ്കരന്മാർ പറഞ്ഞു പറ്റില്ല, വിഷ്ണുപാർഷദന്മാർ പറഞ്ഞു കൊണ്ടുപോകാൻ പാടില്ല, ഇപ്പം തന്നെ നിങ്ങൾ പോയി പറയൂ, നിങ്ങളുടെ യമധർമ്മരാജാവിനോട് പറയൂ, ഞങ്ങൾ പറഞ്ഞു ഇയാളെ മരണഭയത്തോടു കൂടി ഭഗവത് നാമം ഉച്ചരിച്ചു, അങ്ങനെ 1 പ്രാവശ്യമെങ്കിലും ഭഗവത് നാമം മരണഭയത്തോടു കൂടി അന്ത്യസമയത്ത് ജപിക്കണ ആളെ അവരുടെ ആ ആളുടെ എല്ലാ പാപങ്ങളും നശിച്ചു, അതുകൊണ്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ അവകാശമില്ല, ഞങ്ങൾ പറഞ്ഞതായിട്ട് യമലോകത്ത് പോയി പറഞ്ഞോളൂ പറഞ്ഞു. പിന്നെ അവർക്ക് നിവൃത്തിയൊന്നുമില്ല, വിഷ്ണുപാർഷദന്മാരോട് എതിർക്കാൻ അവർക്ക് ധൈര്യമില്ല. അവർ പോയി, അവർ അജാമിളൻ്റെ ദേഹത്തു നിന്ന് കയറൊക്കെ എടുത്ത് അവർ പോയി. എന്നിട്ട് വിഷ്ണുപാർഷദന്മാർ അപ്പം തന്നെ അപ്രത്യക്ഷമാവുകയും ചെയ്തു കേട്ടോ. പക്ഷേ അതോടെ അജാമിളന് നല്ല പശ്ചാത്താപം ഉണ്ടായി എന്ന് മാത്രമല്ല, അജാമിളൻ അത്രയ്ക്ക് പിന്നെ ഭഗവാനോടുള്ളൊരു നന്ദി കൊണ്ടും ഭഗവാനുള്ള ഭക്തി, അതൊക്കെ പൂർവ്വജന്മത്തിലത്തെ ഉണ്ട്. പിന്നെ പറഞ്ഞില്ലേ കുറേ കാലം നന്നായിട്ട് ജീവിച്ചതാണല്ലോ, ഇതെന്തോ ഒരു പ്രാരബ്ധകർമ്മത്തിൻ്റെ അത് സഹിക്കേണ്ടതായിട്ടുള്ളതുകൊണ്ട് എന്തോ ഇങ്ങനെ ഡൈഗ്രസ് ചെയ്ത് കുറച്ച് കാലം അങ്ങനെ പാപിയായിട്ട് ജീവിച്ചു. അതോടെ ആ പ്രാരബ്ധകർമ്മ ഫലം അനുഭവിക്കൽ കഴിഞ്ഞു. പൂർവ്വജന്മ സുഹൃതം കൊണ്ട് നാരായണ എന്ന് വിളിക്കാൻ പറ്റി. അപ്പോൾ വന്നവർ രക്ഷിച്ചു. അപ്പോൾ ആ ബോധം ഉദിച്ചു. ഭഗവാൻ തന്നെയാണ് എല്ലാവരിലും ഇരിക്കുന്നത്, ഭഗവാനല്ല. ഭഗവാനെ ആശ്രയിക്കുക മാത്രമേ എനിക്ക് ഈ മൃത്യുവിൽ നിന്ന് രക്ഷപ്പെടാൻ വഴിയുള്ളൂ എന്നൊക്കെ നല്ല ബോധങ്ങളായി ഈ ഇവിടെ വന്ന് രക്ഷിച്ചു പോയപ്പോൾ. അതിനുശേഷം അപ്പോൾ വളരെ വലിയ ഭക്തനായിട്ട് കാശിയിലേക്ക് പോയി അവിടെ ചെന്ന് നാമം ജപിച്ച് മോക്ഷം കിട്ടും ചെയ്തു കേട്ടോ. അതാണ് അജാമിളൻ്റെ കഥ. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ പിന്നെ എഴുത്തച്ഛൻ എന്താണ് ചെയ്യണത് വെച്ചാൽ പക്ഷേ നമ്മളിവിടെ ഒരു കാര്യം നമ്മൾ ഇതും കൂടിയും പറയണം. എഴുത്തച്ഛൻ പറയണത് എന്താ വെച്ചാൽ ഇതുപോലെ യമകിങ്കരന്മാരെന്നെ കെട്ടിക്കൊണ്ടുപോണതിൻ്റെ മുമ്പേ ഈ വിഷ്ണുപാർഷദന്മാരെന്നെ വന്ന് രക്ഷിക്കാൻ അനുഗ്രഹിക്കണേ. അതായത് ഞാൻ അവരെ സ്മരിക്കണു എന്ന് പറയാണ്. അതായത് ഈ അജാമിളന് മോക്ഷം തന്നെ ലഭിക്കാൻ കാരണമായിട്ടുള്ള ആ വിഷ്ണുപാർഷദന്മാരെ ഞാനിതാ നമിക്കുന്നു. വിഷ്ണുപാർഷദന്മാരെ നമിക്കുന്നത് വിഷ്ണു ഭഗവാനെ നമിക്കുന്നതിന് തുല്യം തന്നെയാണ്. എന്താ വെച്ചാൽ അവരൊക്കെ വൈകുണ്ഠത്തിൽ സാലോക്യവും സാരൂപ്യവും സാമീപ്യവും ഒക്കെ കിട്ടിയവരാണല്ലോ. ഈ സായുജ്യം മാത്രമേ അവർക്ക് കിട്ടാറുള്ളൂ. അപ്പോൾ ഭഗവാനെ പോലെ തന്നെ ഉള്ളവരാണല്ലോ. അപ്പോൾ അവരെ നമസ്കരിക്കണു. എന്തിന്? ഇങ്ങനെ എനിക്ക് മരണസമയത്ത് നാമം ജപിക്കാനും ഇതുപോലെ യമകിങ്കരന്മാരുടെ കയ്യിൽ നിന്ന് ഞാൻ രക്ഷപ്പെടാനും ഞാൻ ആവാം. അങ്ങനെ പറയാണ് എഴുത്തച്ഛൻ ഇതിലേട്ടോ. അതാണ് അടുത്തോരു 4 വരെയും അപ്പോലെ അതുപോലെ നൗമി ഞാൻ പിന്നെ അതുപോലെ വിഷ്ണു സായുജ്യം ലഭിച്ച അവരെ, വിഷ്ണു സാരൂപ്യം ലഭിച്ച അവരെ ഞാൻ നമസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹരിനാരായണായ നമാന്ന്. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ ഒരു കാര്യം എന്താ വെച്ചാൽ ഈ പാപത്തിനൊക്കെ
പ്രായശ്ചിത്തം ചെയ്യണത് വളരെ നല്ലതാണ്. പക്ഷേ ശരിക്കും അങ്ങനെ പശ്ചാത്താപം തോന്നിയിട്ട് പ്രായശ്ചിത്തം ചെയ്യുകയാണെച്ചാൽ പിന്നെ ഒരിക്കലും ആ തെറ്റ് ആവർത്തിക്കരുത്. എന്നാലല്ലേ ശരിക്ക് പശ്ചാത്തപിക്കണമെന്നുള്ളൊരു അർത്ഥം തന്നെ വരുന്നുള്ളൂ. ഇപ്പം എന്തെങ്കിലും തെറ്റ് ചെയ്തു, ഉടനെ വിഷമം തോന്നി, കുറച്ചെന്തെങ്കിലും പ്രായശ്ചിത്തമായിട്ട് ചെയ്തു, അത് പിന്നെ മറന്നു, ആദ്യം അതേ തെറ്റ് ചെയ്താൽ പിന്നെ ശരിക്ക് ഉള്ളിൽ തട്ടി പശ്ചാത്തപിക്കില്ല എന്നല്ലേ അർത്ഥം. അപ്പം അതുപോരാ, യഥാർത്ഥ പ്രായശ്ചിത്തം സത്യാവസ്ഥ അന്വേഷിച്ചറിയൽ തന്നെയാണ് അല്ലേ. അതോടൊപ്പം ഈശ്വരസ്മരണയും. അതാണ് അജാമിളൻ ചെയ്തത്. അപ്പോൾ അജാമിളന് ഒരു നാമം ജപിക്കാൻ പറ്റിയില്ല, എന്നാൽ ഞാനിപ്പോൾ ഒന്നും ജപിക്കില്ല, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം മരിക്കാറാകുമ്പോൾ ഞാൻ ജപിച്ചോളാം എന്ന് പറഞ്ഞാൽ ജപിക്കാൻ പറ്റില്ല. ജീവിതം മുഴുവൻ അതൊരഭ്യാസം ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് എപ്പോഴും ഭഗവാനെ ഇങ്ങനെ വിചാരിച്ച് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കിങ്ങനെ ആപത്ത് വരുമ്പോഴോ ഭയം വരുമ്പോഴോ നമുക്ക് ഭഗവാൻ നാമം ഉച്ചരിക്കാൻ തന്നെ പറ്റുള്ളൂ. പക്ഷേ അങ്ങനെ നമ്മൾ ഭയം വരണ സമയത്തോ അല്ലെങ്കിൽ ആപത്തിലോ അങ്ങനെ നമ്മൾ ഉള്ളിൽ തൊട്ട് വിളിച്ചു വെച്ചോട്ടെ, ഭഗവാൻ ശരിക്കും നമ്മളെ വരുന്ന സഹായിക്കുന്നതാണ്. അതായത് ഈ ഭാഗവതത്തിൽ പറയണ്ടേ, സാങ്കേത്യം പാരിഹാസ്യം വാ സ്തോഭം ഹേളനമേവ വാ വൈകുണ്ഠനാമഗ്രഹണം അശേഷാത് അഖഹരം വിദുഹു. എന്തറിയോ, കളിയായിട്ടോ പേടിച്ചിട്ടോ ദേഷ്യം വന്നിട്ടോ എങ്ങനെയായാലും ഇപ്പോൾ വീഴാൻ പോകുമ്പോഴോ തുമ്പിയാലോ എങ്ങനെയായാലും ഇല്ല, ഭഗവൻ നാമോച്ചാരണം നമ്മുടെ പാപങ്ങളെ നശിപ്പിക്കുന്ന ഉറപ്പാണ്. പിന്നെ എന്താണ് ഇങ്ങനെ പിന്നെ ഇവിടെ അജാമിളൻ പശ്ചാത്തപിച്ചു എന്ന് മാത്രമല്ല കേട്ടോ, അജാമിളൻ അതുവരെയുള്ള ജന്മങ്ങളിലൊക്കെ വല്ല സുഹൃതം ചെയ്ത ആളെ മാത്രമല്ല, ഈ ജന്മം അതെ ഇങ്ങനൊരു ഡൈഗ്രഷൻ ഉണ്ടാവണതിൻ്റെ മുമ്പേ വളരെ സാത്വികനായിട്ട് ജീവിച്ചതാണ്. അതുകൊണ്ട് സുഹൃതമുണ്ട്. അതുകൊണ്ടാണ് മകൻ്റെ പേരാണ് വിളിച്ചതെങ്കിൽ പോലും ഭഗവത് നാമം ഉച്ചരിക്കാൻ സാധിച്ചത് ആപത്ത് വന്നപ്പോൾ അല്ലെങ്കിൽ ഭയം വന്നപ്പോൾ. മാത്രമല്ല അത് കഴിഞ്ഞതിന് ശേഷം നല്ല പശ്ചാത്താപം ഉണ്ടായി, നല്ല വിരക്തനായി. എന്നിട്ട് ഗംഗാതീരത്ത് പോയി അവസാനം മോക്ഷം തന്നെ, മുക്തി ലഭിക്കുകയും ചെയ്തു, ആത്മസാക്ഷാത്കാരം കിട്ടി അല്ലേ. ആ അജാമിളനെ രക്ഷിച്ച വിഷ്ണു പാർഷദന്മാരെയാണ് ഇപ്പോൾ ഇതിൽ പറയുക, എഴുത്തച്ഛൻ ഞാൻ നമിക്കുന്നു പറയണം. അപ്പോൾ എന്താ വെച്ചാൽ ആ വിഷ്ണു പാർഷദന്മാരെ ഞാൻ ഓർമ്മിക്കുകയാണ്. അപ്പോൾ അതുപോലെ എനിക്കും മരണത്തിൻ്റെ സമയത്ത് ഭഗവാനെ ഓർമ്മിക്കാനും ഭഗവാനെ സ്മരിക്കാനും നാമം ജപിക്കാനും സാധിക്കണേ. അപ്പോൾ ഒരു തമാശ കഥ ഉണ്ട് കേട്ടോ അതിൽ. ഞാൻ ഏതിലോ ഒരു പഴയ ഗുരുവായൂരപ്പൻ മാസികയിലോട്ടോ വായിച്ചതാണ്. ഒരാൾ ചോദിച്ചു, അപ്പം ഞാൻ എന്തിനാ ഇപ്പൊക്കെ നാമം ജപിക്കണം, മരിക്കാറാകുമ്പോൾ ഒന്ന് ജപിച്ചാൽ പോരെ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ വേറൊരാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഞാൻ കാണിച്ചു തരാം ഒരു കാര്യം എന്ന് പറഞ്ഞു. അവിടെ ഒരാളുണ്ട്, അയാൾ ഇതുപോലെ പറഞ്ഞിരുന്ന ആളാണ്. അയാളിപ്പോൾ മരിക്കാൻ കിടക്കുക. ഇതുപോലെ പറഞ്ഞിരുന്ന ആൾ ഇയാളെ പോലെ ജീവിതം മുഴുവൻ ശരിക്കും അടിച്ചു പൊളിച്ച് രസിക്കുക, എന്തിനാ നാമമൊക്കെ ജപിച്ചിരിക്കണം, അവസാനം ഒന്ന് ജപിക്കല്ലേ വേണ്ടൂ, ആ സമയത്ത് എന്നോടൊന്ന് പറഞ്ഞാൽ മതി, ഞാൻ ജപിച്ചോളാം എന്ന് പറഞ്ഞു അത്ര ഒരാളെ. അയാളിപ്പോൾ മരിക്കാൻ കിടക്കുക. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആ ആളുടെ മരിക്കാൻ കിടക്കുന്ന ആളുടെ ഭാര്യയും മക്കളും ഒക്കെ പറയുന്നുണ്ട്, അച്ഛാ ഒരു നാമം ജപിക്കൂ പറഞ്ഞാൽ പറ്റുന്നില്ല അയാൾക്ക്. എന്നിട്ട് അപ്പോൾ അയാളത്തെ ഒരു മകൻ്റെ പേര് പത്മനാഭനോ മാധവനോ എന്തോ ആണ്. അപ്പോൾ അതും ചോദിക്കുന്നുണ്ട്, മറ്റേ മക്കൾ ചോദിച്ചേ അച്ഛൻ്റെ രണ്ടാമത്തെ മകൻ്റെ പേരെന്താ? അപ്പോൾ പറയും ഓർമ്മയില്ല. മൂത്ത മകൻ്റെ അനിയൻ അല്ലേ, അത്രയേ ഉള്ളൂ. അത്ര പോലും നാമം പറയാൻ അയാൾക്ക് പറ്റിയില്ല. അപ്പോൾ അങ്ങനെ വിചാരിച്ചിരുന്നിട്ട് നമ്മൾ അടിച്ചു പൊളിച്ചിട്ട് ഈശ്വരനെ വിചാരിക്കാതെ മരണസമയത്ത് വിചാരിക്കാം എന്നുള്ളത് വെറും ഒരു വ്യാമോഹമാണ്. ജീവിതം മുഴുവൻ നമ്മൾ അങ്ങനെ പറ്റുന്നിടത്തോളം ഭഗവാനെ സ്മരിച്ചായാൽ
ഒരുപക്ഷെ നമുക്ക് സാധിച്ചു എന്ന് വരാം, അല്ലെങ്കിൽ വരും ജന്മങ്ങളിലെങ്കിലും സാധിച്ചു എന്ന് വരാം. ഇപ്പം ഗാന്ധിജിയൊക്കെ ഹേ റാം എന്ന് പറഞ്ഞ് വീണൂലോ വെടിവെച്ചപ്പോൾ, അതൊക്കെ ശരിക്കും പറയാച്ചാൽ ആ പ്രാക്ടീസ് കൊണ്ട് മാത്രം പറ്റി തന്നെയാണ്. കാരണം എപ്പോഴും ഭഗവാനെ വിചാരിച്ചത് കൊണ്ടാണ് അവസാനം വിചാരിക്കാൻ പറ്റിയത്. അപ്പോൾ അത് വളരെയധികം നമ്മൾ ഈ ഒരു കഥയുടെ കൂടെ ഭാഗവതത്തിൽ അത് നല്ലോണം പറയുന്നുണ്ട്. കാരണം നാമം ജപിക്കുക എന്നുള്ളത് ഏറ്റവും എളുപ്പമായിട്ടുള്ള കാര്യമാണെങ്കിലും ഏറ്റവും വിഷമവും ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമുക്ക് ആദ്യം ഈ പറയുന്ന പോലെ ഇപ്പം ഈയിടെ ഒന്ന് നോച്ചുസ്വാമിയുടെ കേട്ടപ്പോൾ അതിൽ പറയുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയായാലും തുടങ്ങിക്കോളൂ, മനസ്സ് നിൽക്കണില്ല എന്ന് വിചാരിക്കണ്ട, മനസ്സിനൊരു വേൾഡ് ടൂറിന് ടിക്കറ്റ് തന്നെ വാങ്ങിക്കൊടുത്തോളൂ, നട്ടും ജപിച്ചോളൂ. എന്നാലും കുറച്ച് കഴിയുമ്പോൾ ഈ നാമത്തിൻ്റെ തന്നെ ശക്തി കൊണ്ടേ, നാമത്തിൻ്റെ ശക്തി കൊണ്ട് തന്നെ കുറേ എങ്ങനെയെങ്കിലും നാമം ഇങ്ങനെ ജപിച്ചുകൊണ്ടിരുന്ന നാമത്തിൻ്റെ ശക്തി കൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിങ്ങനെ നിന്നടങ്ങും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാനാണ് വലിയ മഹാത്മാക്കളൊക്കെ നാമസങ്കീർത്തനത്തിൻ്റെ മാഹാത്മ്യത്തെപ്പറ്റി എത്രയോ കഥകളുണ്ടല്ലോ നമുക്ക് പറയാനായിട്ട്, അല്ലേ? അജാമിളൻ്റെ ഒരു കഥയാണ്. പക്ഷെ ആ അജാമിളൻ്റെ കഥയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് എന്താ വെച്ചാൽ സുഹൃതം കൊണ്ടാണ്. പിന്നെ നല്ല പശ്ചാത്താപം അത് കഴിഞ്ഞിട്ടുണ്ടാവുകയും ചെയ്തു കേട്ടോ. സുഹൃതം കൊണ്ടാണ് അജാമിളന് നാരായണ ജപിക്കാൻ സാധിച്ചത്. അങ്ങനെ എല്ലാവർക്കും പറ്റിക്കൊള്ളണം എന്നില്ല. കാരണം അദ്ദേഹം സാത്വികനായിരുന്നു. എന്തോ പ്രാരബ്ധകർമ്മം അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ചു കാലം അധർമ്മിയായിട്ട് ജീവിക്കേണ്ടി വന്നു എന്നേ ഉള്ളൂ എന്നൊരു ഇത് നമ്മൾ ഇതിന്ന് മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ എന്താണ്, അതെ, അപ്പം നാമസങ്കീർത്തനം എന്നുള്ളതിൻ്റെ പ്രാധാന്യം. പക്ഷെ എന്നാലും നമ്മൾ ചിലപ്പോൾ വിചാരിക്കും, ഇപ്പം ഇത് കാണുമ്പോൾ വിചാരിക്കും, ഇത്ര കാലം ഇങ്ങനെയൊക്കെ ജീവിച്ച ആൾക്ക് ആ ജന്മം തന്നെ പിന്നെ ഈ മോക്ഷം കിട്ടിയല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ അതിന് മുമ്പുള്ള ജന്മങ്ങളിൽ അദ്ദേഹം എത്രമാത്രം മുമ്പിലേക്ക് വന്നിരിക്കുന്നു ആധ്യാത്മികമായിട്ടെന്ന് നമുക്കറിയില്ലല്ലോ. ഇപ്പോൾ പുറത്ത് കാണുന്നതല്ലേ നമുക്കറിയുള്ളൂ, ഓരോരുത്തരുടെയും പുറത്ത് കാണുന്നതേ നമുക്കറിയുള്ളൂ. അപ്പോൾ അതുവരെയുള്ള ജന്മങ്ങളിൽ ഒരുപാട് സുഹൃതം ചെയ്ത ആളാണ്, ഒരുപാട് മുമ്പിലെത്തിയിട്ടുണ്ട്. പക്ഷെ ഒരു പ്രാരബ്ധം അനുഭവിക്കാനുള്ളത് അനുഭവിച്ചു. അപ്പോൾ ഈ ജന്മം തന്നെ മോക്ഷം കിട്ടി. നേരെ തിരിച്ച് വളരെ സാത്വികനാണെന്ന് നമ്മൾ വിചാരിക്കുന്ന ആൾ ഒരു പക്ഷേ അത്ര മുമ്പിലെത്തിയിട്ടുണ്ടാവില്ല, ഈ ജന്മം തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് നിശ്ചയില്ല, അല്ലേ? ഒന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതൊന്നും നമുക്ക് പുറത്തുനിന്ന് കണ്ടിട്ട് പറയാനോ മനസ്സിലാക്കാനോ പറ്റില്ല. അപ്പോൾ നമ്മളെന്നാലും പറയൂലോ എന്താ അങ്ങനെ എന്നൊക്കെ നമ്മൾ പറയും. അതിനാണ് ഈ 7 ശ്ലോകങ്ങളിൽ ഓരോ കഥ. അപ്പോൾ ഇതിൽ അജാമിളൻ്റെ കഥയാണ് പറഞ്ഞത്. എന്നിട്ട് അജാമിളനെ പോലെ എനിക്ക് മരണസമയത്ത് ഭഗവത് സ്മരണ ഉണ്ടാവണേ എന്ന്. അതായത് ഭഗവാനും പറഞ്ഞിട്ടുണ്ടല്ലോ ഗീതയിലൊക്കെ, ആരാണ് എന്നെ മരിക്കണ സമയത്ത് സ്മരിക്കണ വെച്ചാൽ ഞാൻ അവർക്ക് മോക്ഷം നൽകും, അല്ലെങ്കിൽ ഭഗവാനായിട്ട് അവർക്ക് താതാത്മ്യം പ്രാപിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതാണ് ഇതിൽ പറഞ്ഞത്. അപ്പം ഞാൻ 29 ഒന്ന് ചൊല്ലി ഈ സെഷൻ അവസാനിപ്പിക്കാം. അപ്പാശവും വടിയുമായിക്കൊണ്ട ജാമിളനെ മുൽപ്പാടു ചെന്നു കയറിട്ടോരു കിങ്കരരെ പിൽപ്പാടു ചെന്നഥ തടുത്തോരു 4 അപ്പോലെ നൗമി ഹരിനാരായണായ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം.